ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം വ്യാഴാഴ്ചയാണ് കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. 6 മണി ആയുള്ളൂ. 5:50 5:45 ആയിട്ടുള്ളൂ. ഇപ്പം നമ്മൾ യൂബറും റാപ്പിഡോയും ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലിട്ട് പോവാം. ഓക്കെ, ഇത് നമുക്ക് ട്രിപ്പ് അടിച്ചു കേട്ടോ. ഏലൂര് അടിച്ചിട്ടുണ്ട്. ഏലൂര് 406 രൂപയുടെ ഒരു ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ കൈനീട്ടം വീണിരിക്കുകയാണ്. ഓണാക്കി അപ്പം തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് കൈനീട്ടം തന്നെ ഓണാക്കി അപ്പം തന്നെ കിട്ടി കേട്ടോ. എരൂര് അടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് എരൂരും പോട്ടെ, ഏലൂര്. പൂണിത്രയാണ്. ഇവിടുന്ന് ഒരു 650 മീറ്ററേ ഉള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് ആ ട്രിപ്പ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. ഇത് വിളിച്ചാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഷിബിയാണ് കേട്ടോ. അപ്പൊ ഷിബിനെ പിക്ക് ചെയ്ത് ഏലൂര് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയി. നമുക്ക് ലഭിച്ചത് 300 ടോട്ടൽ ക്യാഷ് ക്യാഷ് കണക്റ്റഡ് 470 നമുക്ക് 386 രൂപ ലഭിച്ചു കേട്ടോ. 20 സംതിങ് കിലോമീറ്റർ ഉണ്ടായിരുന്നു. 20.22 കിലോമീറ്റർ. ഏതായാലും നമ്മൾ രാവിലത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഇന്നത്തെ ഒന്നാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ആയി. അപ്പൊ നമുക്ക് ലഭിച്ചേക്ക് 386 രൂപയാണ് കേട്ടോ. അപ്പൊ നമ്മള് ഏലൂരാണുള്ളത്. നമുക്ക് ആ ജംഗ്ഷനിലോട്ട് പോയി കിടക്കാം. ഇത് ഇച്ചിരി ലേശം ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് കയറിയാണ് കേട്ടോ. നമുക്ക് ആ ജംഗ്ഷനിലോട്ട് പോയി കിടക്കാം. ഓക്കെ, അടുത്ത ട്രിപ്പ് വരുവാണെങ്കിൽ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഏലൂരിൽ നിന്ന് നമുക്ക് ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ. ഇവിടുന്ന് തൃക്കാക്കരക്ക് അടിച്ചിട്ടുണ്ട്. ആരാ നോക്കട്ടെ, ഒരു ഉമേഷാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഉമേഷിനെ പിക്ക് ചെയ്ത് തൃക്കാക്കരയാക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ആയി കേട്ടോ. ഇപ്പൊ കാക്കനാട് ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ നടക്കുന്ന ഗ്രൗണ്ട് ഉണ്ടോ, അങ്ങോട്ടേക്കായിരുന്നു. അപ്പൊ നമുക്ക് ലഭിച്ചത് 230 രൂപയാണ് കേട്ടോ. ക്യാഷ് കളക്റ്റഡ് കാണിച്ച 230 രൂപയാണ്. 230 അല്ല, 230 240. നമുക്ക് ലഭിച്ചത് 220 രൂപ നമുക്ക് ലഭിച്ചു. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ആയി. ഇപ്പൊ നമ്മളുള്ളത് കാക്കനാട് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ അവിടെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോ ഇവിടുന്ന് അടിക്കുമെന്ന് അറിയില്ല. നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ കടന്നു നോക്കാം. ഇവിടെ ഒരു അരമണിക്കൂർ കടന്നു നോക്കാം. ഇവിടുന്ന് ട്രിപ്പ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഏതായാലും നമുക്ക് ടെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് അങ്ങോട്ട് നീങ്ങി കിടക്കാം. ഓക്കെ, ഇതാണ് കേട്ടോ ടെസ്റ്റ് ഗ്രൗണ്ട്. ടെസ്റ്റ് ആൾക്കാർ വന്ന് ട്രയൽ അടിക്കുന്നുണ്ട് കണ്ട. വെഹിക്കിൾമാരൊന്നും വന്നിട്ടില്ല. അവര് പറഞ്ഞെങ്കിൽ 10 മണിയൊക്കെ ആവും. ഇപ്പൊ രാവിലെ ഇന്ന് ടെസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ രാവിലെ വന്ന് ട്രയൽ അടിച്ച് നോക്കുന്നതാണ്. ഇവിടെയൊക്കെ റിബൺ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ കയറി പാർക്ക് ചെയ്തൊക്കെയാണ്. നമുക്ക് നോക്കാം. ഇവിടുന്ന് ട്രിപ്പ് അടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ട്രിപ്പ് അടിക്കാൻ നോക്കട്ടെ. ഓക്കെ, അങ്ങനെ നമുക്ക് റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് ലഭിച്ചേക്കാട്ടോ കേട്ടോ. എങ്ങോട്ടാന്ന് നോക്കില്ല, പെട്ടെന്ന് അടിച്ചപ്പോ ചാടിയെടുത്ത്. ഏതായാലും ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അപ്പുറമാണ് കേട്ടോ. ഒരു 1.5 കിലോമീറ്റർ അടുത്തില്ല. ഏതായാലും നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നമ്മള് ടെസ്റ്റ് ഗ്രൗണ്ടിന്റെ അവിടെ കിടന്നിട്ട് നമുക്ക് ട്രിപ്പ് ലഭിക്കാത്തതുകൊണ്ട് അവിടെ നിന്ന് എടുത്ത് ആകാശവാണിയുടെ അവിടെ വന്ന് കിടക്കായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഈ ട്രിപ്പ് അടിച്ചത്. പടമോളിന്നാണ്. അപ്പൊ അതെല്ലാം ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ലഭിച്ചത് 185 രൂപയാണ്. ഇതാണ് അതിന്റെ ഡീറ്റെയിൽസ്. 185 രൂപ. എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു ചോദിച്ചാല്
8 കിലോമീറ്റർ 7 സംതിങ് ഉണ്ടായിരുന്നു. അപ്പോൾ 185 രൂപ കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കച്ചേരിപ്പടിയിലാണ് കേട്ടോ. ഇതുണ്ട്, പെർ കിലോമീറ്ററിന് 23.45 ആണ് 1 കിലോമീറ്ററിന്. ടൈം ഫെയർ റിസീവ്ഡ് അതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. അത് 29.88 ഉണ്ട്. എന്താണെന്ന് അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഏതായാലും നമുക്ക് 185 രൂപ കിട്ടി. ഏതായാലും നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പം നമ്മൾ യൂബർ ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ ഏതിലാണ് അടുത്ത ട്രിപ്പ് വരുന്നത് അറിയത്തില്ല. അപ്പോൾ ഏതായാലും നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഇതിപ്പോൾ ഉള്ളിലാണ്, നമുക്ക് പുറത്ത് ഹൈവേ സൈഡിലോട്ട് ഇറങ്ങി കിടക്കാം. ഓക്കെ, ഇപ്പം കയറിയതൊരു വക്കീൽ സാറാണ് കേട്ടോ. അപ്പോൾ എന്നോട് വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ മരടിലാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് കാക്കനാട് ഏരിയയിലായിരുന്നെങ്കിൽ ഒരു പേഴ്സണൽ ട്രിപ്പായിട്ട് ട്രിപ്പ് ചെയ്യാൻ തരാമായിരുന്നു, എന്നെ ഒന്നും കൊണ്ടുവിട്ടാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മരടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ട്രിപ്പ് അടിച്ചടിച്ച് പോരുന്നതാണ്. അതുകൊണ്ട് പേഴ്സണൽ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ആ സാറിനെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. കാരണം അവിടെ ഇപ്പോൾ ഒരുപാട് വണ്ടി ഉണ്ട്, എല്ലാം വന്ന് കിടക്കുകയായിരിക്കും. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളും അവിടെ പോസ്റ്റാവും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സൗത്ത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് കയറാം. അവിടെ പോയി ട്രിപ്പ് വന്നില്ലേ ഒരു ചായയൊക്കെ കുടിച്ച്, രാവിലെ ഇതുവരെ ആയിട്ട് ഒരു ചായ പോലും കുടിച്ചില്ല. അപ്പോൾ ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ട് നിൽക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു വില്ലിംഗ്ടൺ ഐലൻഡ് റാപ്പിഡോയിൽ അടിച്ചേക്കാണ് കേട്ടോ. അപ്പം ബുക്ക് ചെയ്തേക്കുന്നത് റാപ്പിഡോയിൽ ബുക്ക് ചെയ്തേക്കുന്ന ആരാന്ന് അറിയാൻ പറ്റുമോ? ഏതായാലും നമുക്ക് അത് എടുക്കാം കേട്ടോ. ആ ട്രിപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ വന്നിട്ടൊരു അരമണിക്കൂർ ആയില്ല, അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് വില്ലിംഗ്ടൺ ഐലൻഡ് അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, റാപ്പിഡോയിലാണ് കേട്ടോ അടി വന്ന. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഉണ്ട്, വെയിറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. ഓക്കെ, ഏതായാലും നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. റാപ്പിഡോയില് വിളിക്കുന്ന ആളുടെ പേര് കാണിക്കാം കേട്ടാ, ആളുടെ നമ്പർ മാത്രമേ കാണിക്കുള്ളൂ എന്ന് തോന്നുന്നു. കാണിക്കും കേട്ടോ. സ്മിത എന്ന് പറഞ്ഞ ഒരു ആളാണ്. റാപ്പിഡോയില് വിളിക്കുന്ന ആളുടെ പേര് കാണിക്കും. ഇതുണ്ടോ, സ്മിത. 1 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് നമ്മൾ വിളിക്കുന്നില്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ സ്മിതാനെ നമുക്ക് ഐലൻഡിൽ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് വില്ലിംഗ്ടൺ ഐലൻഡിലാണ് കേട്ടോ. നമ്മളെ ട്രിപ്പ് അങ്ങോട്ടായിരുന്നു. ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മള് ഇതാണ് ഇപ്പോഴത്തെ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ്. ഷേണായ്സിന്റെ അവിടുന്ന് വില്ലിംഗ്ടൺ ഐലൻഡിലോട്ടേക്ക് 208 രൂപ നമുക്ക് ലഭിച്ചു. 8 സംതിങ് ഉണ്ടായിരുന്നു കിലോമീറ്റർ. അപ്പോൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പം രണ്ടും മൊത്തം 4 ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 4 ട്രിപ്പിൽ 400 1000 രൂപ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. നമ്മൾ ചായ കുടിച്ചിട്ടില്ല, അപ്പം ചായ കുടിക്കാം. ഏതായാലും ട്രിപ്പ് വരുവാണെങ്കിൽ എടുക്കാം. ഓക്കെ, നമുക്ക് സി എൻ ജിയും കുറവാണ്, അപ്പോൾ ചായ കുടിച്ചിട്ട് പോയി സി എൻ ജി അടിക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇവിടുന്ന് അടുത്ത ട്രിപ്പ് ലഭിച്ചേക്കാണ് കേട്ടോ, മട്ടാഞ്ചേരിക്കാണ്. അപ്പം നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഏതായാലും നമ്മളിവിടെ കിടന്നതിന് ഫലം കണ്ടു. മട്ടാഞ്ചേരിക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പൊ ആ ട്രിപ്പ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ,
ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇപ്പൊ ഉള്ളത് മട്ടാഞ്ചേരിയിലാണ്. നമ്മുടെ 4ാമത്തെ ട്രിപ്പ്, യൂബറിൽ 3ാമത്തെയും ടോട്ടലി 5ാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ലഭിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.59 കിലോമീറ്റർ, 6 സംതിങ് കിലോമീറ്റർ ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കൊണ്ടാക്കി. 2 സായിപ്പും മാതാമയായിരുന്നു. നമുക്ക് 25 രൂപ ടിപ്പൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊരു താങ്ക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ടോട്ടലി ലഭിച്ചത്, യൂബറിൽ ലഭിച്ചത് 284 രൂപയാണ്. പിന്നെ അവരുടെ 25 രൂപ ടിപ്പും കൂടെ കൂട്ടി 210 രൂപ ലഭിച്ചു കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്, വീട്ടിലെ ഊണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഹോട്ടൽ എന്തൊരു തമിഴ് പേരാ, അമ്മായിസ് കിച്ചൺ. ഏതായാലും നമുക്ക് അവിടെ കയറി ചായ കുടിക്കാം. ഓക്കെ, ഇനി ആ ട്രിപ്പ് വരുവാണെങ്കിൽ നമുക്ക് എടുത്തിട്ട് ഇപ്പൊ വരാന്ന് പറയാം, ഒരു 5 മിനിറ്റ് എന്ന് പറയാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇവിടുന്ന് ട്രിപ്പിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു ജോസിയാണ്, തേവരക്കാണ് കേട്ടോ, ചുള്ളിക്കേന്നാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, വില്ലിംഗ്ടൺ ഐലൻഡിലെ ഗ്യാസ് പമ്പിൽ വന്നേക്കാണ് ഗ്യാസ് അടിക്കാൻ വേണ്ടി. നമുക്ക് തേവരയ്ക്ക് ട്രിപ്പ് കിട്ടി. അവിടെ ആളെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് തിരിച്ച് വീണ്ടും മട്ടാഞ്ചേരി കുരിയച്ചന്റെ പള്ളി. അപ്പൊ അവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CNG കുറവായതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് നേരെ ഇങ്ങ് പോന്നു. ഇവിടെ ഇപ്പൊ പമ്പി വന്ന് ഗ്യാസ് ഫില്ല് ചെയ്ത് കേട്ടാ. അപ്പൊ പിന്നെ നമ്മൾ യൂബർ ഓൺ ആക്കിയിട്ടുണ്ട്, യൂബറും റാപ്പിഡോ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ നമ്മൾ 1600 രൂപ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ട്രിപ്പ് വരുമോ നോക്കാം. ഓക്കെ, പമ്പിലാണ് കേട്ടാ. ഓക്കെ, നമ്മളിപ്പോ പെരുമാനൂരാണ് കേട്ടോ ഉള്ളത്, ഷിപ്പ് യാർഡിന്റെ അവിടെ. അപ്പൊ നമുക്ക് ലാസ്റ്റ് വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് ഒരു പിക്കപ്പ് ലഭിച്ചു. അതൊരു ചെറിയ 210 രൂപയാണ് ക്യാഷ് കളക്റ്റഡ് കാണിച്ച്. നമുക്ക് 235 രൂപ ലഭിച്ചു കേട്ടോ. അപ്പൊ നമ്മളിവിടെ വെച്ച് ഒന്ന് ഓഫാക്കി. നമുക്ക് ഓട്ടോറിക്ഷയുടെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്, റെക്സിനും മറ്റും ഇതൊക്കെ മേടിക്കാനുണ്ട്, അപ്പോഴ്സറിക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ നമുക്ക് മാർക്കറ്റിൽ കയറി അത് മേടിക്കാം. ഓക്കെ, എന്തോ ആക്സിഡന്റ് ഉണ്ടായിട്ടാന്ന് തോന്നുന്നു, ഓണടിച്ച് പോകുന്ന ആ കാറുകാരനാണെങ്കിൽ ഒതുക്കാണ്ടും പോകുന്നു. ലൈറ്റ് ഇട്ട് ഓണടിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. എന്നൊക്കെ ചെവിയാക്കാൻ പാടില്ലേ, ഒതുക്കി കൊടുക്കണ്ടേ, എന്ത് കഷ്ടാന്ന് വെക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഒരു 4 മണിക്ക് ശേഷം കാണാം. അപ്പൊ നമ്മൾ വീണ്ടും ഓൺലൈനിലായേക്കാട്ടാ. ഒരു 12:30ക്ക് ശേഷം നമ്മൾ ഓഫ്ലൈനിൽ പോയായിരുന്നു. വണ്ടിയുടെ സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ മേടിച്ച് കൊടുത്തു. ഇപ്പൊ നമ്മൾ പള്ളിപ്പുറത്താണ് കേട്ടോ, ചേർത്തല പള്ളിപ്പുറത്താണ്. അപ്പൊ നമ്മൾ വീണ്ടും ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. ഇത് ഇന്റർസിറ്റി ഏരിയ ആണ്. ഇപ്പൊ യൂബർ മാത്രമേ ഓൺലൈൻ ആക്കിയിട്ടുള്ളൂ, കാരണം റാപ്പിഡോയ്ക്ക് ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്ക് പുറത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് റാപ്പിഡോ ഓൺ ആക്കിയിട്ടില്ല. ഇപ്പൊ യൂബർ മാത്രമാണ് ഓൺ ആക്കിയേക്കുന്നത്. അപ്പം റാപ്പിഡോയുടെ ബൗണ്ടറിക്കകത്ത് കയറിയോ നോക്കട്ടെ. കയറാൻ ചാൻസ് കുറവാണ്. ബൗണ്ടറിക്കകത്ത് കയറിയിട്ടില്ല കേട്ടാ. ബൗണ്ടറിക്കകത്ത് കയറാൻ ഇനിയും സമയമുണ്ട്. അപ്പൊ നമ്മളായാലും യൂബർ ഓൺലൈൻ ആക്കി ഇട്ടേക്കാണ്. ഇവിടെ നിന്നൊക്കെ അടിക്കുമെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് മറ്റേ അരിക്കുറ്റിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഒതുക്കി നിർത്തി നോക്കാം. ചിലപ്പോ അവിടെ നിന്നൊക്കെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങനെ അടിക്കുമെന്ന് തോന്നുന്നില്ല. ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. അന്ന് ഇതിന് മുന്നേ വന്നപ്പോഴൊന്നും കിട്ടിയിട്ടില്ല കേട്ടാ. നമുക്ക് അരിക്കുറ്റി കഴിഞ്ഞിട്ടൊക്കെ ആണ് ട്രിപ്പ് അടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ചെന്നൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഏതായാലും നമ്മളിപ്പോ ഇവിടുന്ന് മൂവ് ചെയ്യാണ്. അപ്പൊ നമ്മള് വണ്ടിയുടെ അടുത്തൊക്കെ പോയി കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങ് പോന്നു. അപ്പം ഏതായാലും ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. ഇനി ട്രിപ്പ് കേട്ടോ കേട്ടാ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടുന്ന് എരമല്ലൂർ എന്നൊരു കടവന്തറ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളത് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇതുണ്ട, ഇവിടെ റോഡ് പണി നടക്കാണ്.
നമ്മൾ എരമല്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എരമല്ലൂർ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. ഇവിടെ 4-4.5 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ വിളിച്ചു, എരമല്ലൂർ ചെറിയൊരു ബ്ലോക്ക് കാണുന്നുണ്ട്, എങ്ങനെ വെയിറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോ കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാൻ പോരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് വെയിറ്റ് ചെയ്യും. അപ്പൊ നമ്മള് ഇവിടുന്ന് പതുക്കെ ഇങ്ങനെ അഴഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടാ. ഏതായാലും നമുക്ക് ഇവിടുന്ന് തിരിച്ച് ഇന്റർസിറ്റി കിട്ടി. ഓക്കെ, അപ്പൊ ഈ ട്രിപ്പ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. ഒരു ഐഷയാണ് കേട്ടോ വിളിച്ചേക്കുന്നത്, വണ്ടി ബുക്ക് ചെയ്തേക്കാൻ. നമുക്ക് ഐഷന്റെ അടുത്ത് കടവന്തര കൊണ്ടാക്കാം. ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മള് പരമ്പള്ളിനാറിലാണ് കേട്ടോ ഉള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇങ്ങോട്ട് വന്നപ്പോ ഭയങ്കര ബ്ലോക്കായിരുന്നു, ഒരു രക്ഷയില്ല. എരമല്ലൂർ മുതല് അരൂര് കുമ്പളം വരെ, കുമ്പളം ടോള് വരെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ചവിട്ടി ഭയങ്കര, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ ഒരു തരത്തിൽ ഇവിടെ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞപ്പോ നമുക്കൊരു ചെറിയ ട്രിപ്പ് 115 രൂപ ചെറിയ ട്രിപ്പ് അടിച്ച സ്ഥിതിക്ക് പിന്നെ അത് എടുക്കണമല്ലോ ഓർത്ത് അത് എടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോ അവര് ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് പിന്നെ അതിന്റെ ക്യാൻസലേഷൻ ഫീസ് 15 രൂപ കിട്ടി കേട്ടോ. അപ്പൊ നമ്മള് യൂബറില് 8 ട്രിപ്പും റാപ്പിഡോയില് 2 ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മള് 8ഉം 2ഉം 10 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടാ. ഇവിടെ വെക്കാം, എന്നാലേ കാണാൻ പറ്റുള്ളൂ, എല്ലാം കൂടെ നടക്കൂല. അപ്പൊ യൂബറില് 1724 റാപ്പിഡോയില് 393 അപ്പൊ ടോട്ടലി നമ്മൾ ഏൺ ചെയ്തേക്കുന്നത് 2117 രൂപയാണ് കേട്ടാ. അപ്പൊ ഇതിനകത്തുനിന്ന് ഗ്യാസിന്റെ പൈസയൊക്കെ പോകും കേട്ടോ. ഗ്യാസ് ഒരു 600 ചില്ലാൻ രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്, എത്രയാന്ന് ഓർക്കുന്നില്ല. അതും കഴിഞ്ഞിട്ട് ഇന്നത്തെ ഏണിങ്സ് ഉള്ളൂ. നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിപ്പുറത്തൊക്കെ പോയി, ചേർത്തല പള്ളിപ്പുറം പോയി. അവിടെയാണ് ഓട്ടോറിക്ഷ പണിക്ക് കയറ്റിയേക്കുന്നത്, പെയിന്റിങ്ങിനും മറ്റൊക്കെ ആയിട്ട്. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ 5 മണിയോട് കൂടിയാണ് നമ്മൾ ഓൺലൈൻ ആകുന്നത് കേട്ടോ. നമ്മളേതായാലും അരൂക്കുറ്റി എത്താറായപ്പോഴത്തേ നമുക്ക് ട്രിപ്പ് അടിച്ചു. എരമല്ലൂരിൽ നിന്ന് ഏതായാലും 5 കിലോമീറ്റർ ഉണ്ടായിരുന്നു, പോയി എടുത്തു. ഭയങ്കര ബ്ലോക്കായിരുന്നു, ഒരു തരത്തിൽ ഇവിടെ കൊണ്ട് ചാടിച്ചു. അപ്പൊ നമ്മളിവിടെ കിടന്ന് ഭയങ്കര മുട്ടിനൊക്കെ ഭയങ്കര വേദന, ഈ ക്ലച്ച് ചവിട്ടി. അപ്പൊ അതൊക്കെ ഇവിടുന്ന് വീട് പറ്റാന്ന് വിചാരിക്കുന്നു. അപ്പൊ വൈറ്റില വഴി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇന്നെങ്കിലും വീട്ടിലെത്തുകയില്ല. കാരണം വൈറ്റിലെ ബ്ലോക്ക് കടവന്തറ വരെ ബ്ലോക്കാണ്. അതുകൊണ്ട് അതിലാ പോകാം. കസ്തൂർബ നഗർ വഴി, തേവര വഴി, അങ്ങനെ കുണ്ടന്നൂര് പിടിക്കാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം, നമ്മളതനുസരിച്ച് മാറ്റം വരുത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ടോട്ടലി നമ്മൾ ഇന്ന് ഏൺ ചെയ്തേക്കുന്നത് 2117 രൂപയാണ്. ഇന്ന് 10 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് ഒരു 3000-3500 രൂപ നമുക്ക് ട്രിപ്പ് അടിച്ചെടുക്കാമായിരുന്നു. പക്ഷേ എങ്കിൽ നമുക്ക് 12 ആയപ്പോ നമുക്ക് നിർത്തേണ്ടതായിട്ട് വന്നു, വണ്ടിയുടെ ഓട്ടോറിക്ഷയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പോയി. അപ്പൊ നാളെ നമുക്ക് 3000 താക്കാൻ പറ്റുമോ നോക്കാം. നാളെ ശനിയാഴ്ചയാണ്. അപ്പം നാളത്തെ കാര്യം എങ്ങനെയാന്ന് അറിയില്ല കേട്ടാ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2000 ആയാൽ തന്നെ ഭാഗ്യം. അപ്പൊ ഏതായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, നല്ലൊരു വീഡിയോ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.